everyone, welcome back to my YouTube channel. So നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലൊക്കെ പറയുന്നത് ഒരു അവസാനമായിട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിനി ഇവളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ കോൺവെക്കേഷന് വേണ്ടിയിട്ട് എന്തായാലും ബാംഗ്ലൂർ വരണം. പക്ഷെ അതൊരു ദിവസം വരും, ഗ്രാജുവേറ്റ് ചെയ്യും, പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ വരുന്നുണ്ടാവും. പക്ഷെ അല്ലാണ്ട് ഒരു സ്ഥിരം ബേസിസിൽ രാവിലെ എണീറ്റ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ സ്ഥലത്ത് നിന്ന് ഇനി പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ന് രാത്രിയാണ് എൻ്റെ ബസ്. ഞാൻ തിരിച്ച് നമ്മുടെ ഊരിലേക്ക് പോവാണ്, നമ്മുടെ കോഴിക്കോടേക്ക് പോവാണ്. ഞാൻ അവിടെ അപ്പയും അമ്മയൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴാണ് എക്സാം കഴിഞ്ഞത്തോട്ട് എപ്പോഴാണ് വരുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഞാൻ പോവാണ്. എനിക്കറിയത്തില്ല, ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ സൗമീനെ ഞാനിപ്പോൾ വീഡിയോ ആഡ് ചെയ്യാം. അവൾ വൈകുന്നേരം ഓഫീസിൽ പോയ സമയത്ത് ഞാൻ അവളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഇവിടെ ഓഫീസിൽ പോകണം കേട്ടോ. ഞാൻ എന്നെ കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ റെഡി ആയിട്ടൊന്നും ഇല്ല. എനിക്ക് ഇനി റെഡി ആയിട്ടൊക്കെ പോകണം. അപ്പം ഞാൻ ഇന്ന് പോവാണ്. ഓക്കെ, അതിന് ഗൈസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ പോകുന്നതിന് മുമ്പ്. പക്ഷെ നെക്സ്റ്റ് മന്ത് ഇവരോട് കാണിക്കണല്ലോ. പക്ഷെ നെക്സ്റ്റ് മന്ത് അങ്ങനെയല്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ പക്ഷെ അങ്ങനെ കോൺവെക്കേഷൻ വന്നിട്ട് 2 ഡേയ്സിലായാലും ഗോനോ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഫ്രണ്ട്സ് ഒന്നും കൊള്ളില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ കുറേ പേര് സൗമ്യൻ്റെ അയ്യോ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറ്റ അവൾ പറയുന്നു, ഇതാണ് അവൾ പറയുന്നത് ഗൈസ്. അപ്പം ഓ പിന്നെ മഞ്ചര. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പം ശരി, ബൈ, സീ യു സംവെയർ sometime somewhere else. Okay, bye. Take care, miss me. Bye di. Love you ഓ പട്ടി തെണ്ടി ചറ്റ ഒന്നും പറഞ്ഞില്ല. അവളങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അവള് ക്യാബ് വരുന്നു എന്ന് പറഞ്ഞൊക്കെ പോവാണ് ചെയ്തത്. അപ്പോഴത്തേക്കാണെങ്കിൽ അവള് പോയി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക, എന്തൊക്കെയൊക്കെയോ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ബാംഗ്ലൂർ മഴയാണ് ഇന്നലെ ഇന്നുമായിട്ട്. മഴ പെയ്തിട്ട് ഫുൾ റൂമൊക്കെ ഒന്ന് ഇരുണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇരിക്കുക, ദൈവമേ ഞാൻ പോവുകയാണല്ലോ, എന്താ ചെയ്യുക, എന്തൊക്കെയൊക്കെയോ മിക്സ്ഡ് തോട്ട്സ്. അപ്പോഴത്തേക്ക് ഇവിടെ 6 വർഷം ആയതുകൊണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഓർത്തുന്ന. പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഹോർലിക്സ് ഉണ്ടായി കുടിക്കാൻ, ഞാൻ ഹോർലിക്സ് ഉണ്ടായി കുടിച്ച് തിരിച്ച് വന്നിങ്ങനെ ഇരുന്ന്. പിന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് കുറേ ബാഗ് ഉണ്ട് കേസ്, മൊത്തം വിക്കറ്റ് ചെയ്ത് പോലെ. അപ്പോഴത്തേക്കും ഒത്തിരി ബാഗുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കൂടി ബസ്സിൽ ഞാൻ എങ്ങനെ കയറ്റും, അവരെന്നെ സമ്മതിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. സമ്മതിച്ചില്ലെങ്കിലും കാലി പിടിച്ച് ചേട്ടാ പ്ലീസ് എന്ന് പറഞ്ഞു പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പോഴത്തേക്ക് അത് ചെയ്യണം. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ലൈക്ക് ബസ്സാവാൻ കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഞാനൊന്ന് ഫൈനലായിട്ടൊന്ന് SG പാളയിൽ നിന്ന് പോയി. കാരണം അവിടെ തന്നെയാണ്, ക്രൈസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് ബസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തെന്നാൽ പിന്നെ അത് കൂടെയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് എൻ്റെ ഫേവററ്റ് സ്ഥലങ്ങളൊക്കെ പോയി ഒന്ന് ടച്ച ബബ്ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഇരിക്കണത്. റെഡിയായി, ബസ്സിൽ പോകാനുള്ള ഫുൾ റെഡിയായി സെറ്റായിട്ടിരിക്കുകയാണ്. എൻ്റെ സൗമ്യ മോളിലെ ഇപ്പോൾ കാണാൻ പറ്റില്ല, ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മുടെ പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് നമുക്ക് ഇറങ്ങാം. നമ്മളിന്ന് പോവാണ്. അവസാനമായിട്ട് നമ്മുടെ ഫേവറേറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് നാട്ടിൽ പോയി ഇനി അപ്പൻ്റെ അമ്മേനും കൂടെ അവിടെ വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഇനി അതായിരിക്കും കുറച്ച് കാലത്തേക്ക്. അവിടെ പോയിട്ട് നീ തുണി എടുത്ത് മടക്കി വെച്ചില്ല, നീ എടുത്ത് തേച്ചില്ല, നീ എടുത്ത് വിരിച്ചിട്ടില്ല, ഇതൊക്കെ ആയിരിക്കും ഇനി വഴക്കിൻ്റെ കാരണം. കേസ് എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ, ഞാൻ വൈകിക്കുന്നില്ല, ഞാൻ ലേറ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഓട്ടോമാമൻ എത്തിയിട്ടുണ്ട്, എത്തുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഓട്ടോ ഒന്ന് കൺഫേം ചെയ്ത്. ആരും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് തല്ല് ഏത് സമയത്തും. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ചാച്ച ബബ്ബൈ, വീടിനോടൊരു ഫൈനൽ വിട പറച്ചിലാവാം. ചാച്ച ബബ്ബൈ, ഉമ്മ വിൽ മിസ് യു ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, അപ്പോൾ ശരി, ബൈ, പോവാം. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി. ഇപ്പോഴാണെങ്കിൽ KMS ഒന്ന് വരെ പോകണം, കാരണം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതെടുക്കാൻ വേണ്ടിയിട്ട് ആ ചെറുക്കൻ ഇതൊന്നും എടുക്കാണ്ടാണ് പോയത്. അപ്പോൾ നമ്മളെടുക്കണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി കേഷൻ എടുത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് കേട്ടിട്ടിരിക്കുകയാണ്. ഞാനൊന്ന് വഴി പറഞ്ഞു കൊടുത്തതാണ്, ഒരാവശ്യമില്ലായിരുന്നു. സാരമില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ ചേട്ടന്മാരുടെ അടുത്ത് ചിലപ്പോൾ വഴക്ക് കിട്ടിയിട്ട് അവരുടെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. നമ്മൾ ഇനി പോവാം, ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ നേരെ ബസ് കയറാം, പിന്നെ ഒന്ന് നമ്മുടെ SG പാളയം ഒരു തണ്ടി എല്ലായിടത്തും നോക്കുക, എന്നിട്ട് പോവാം. ഫുഡ് മുഖ്യം ബിഗിലെന്നാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് വിട്ടിട്ട് വേറൊരു കളിയില്ല. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് ഫസ്റ്റ് തന്നെ അതാണ് ചെയ്തത്. നമ്മൾ പോവാണ്. എനിക്കാണെങ്കിൽ വിങ്ങലൊക്കെ വരുന്ന ചെറുതായിട്ടുള്ളൂ, പൊട്ടുന്നു ഇങ്ങനെ.
കൺട്രോൾ. ബസ്സിൽ കയറിയിട്ട് കടന്നു പോകാം, ഇവിടുന്ന് പോകണ്ട. ഓക്കെ, യെസ്, കമോൺ ലെറ്റ്സ് ഗോ. ക്രൈസ്റ്റിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ യൂഷ്വലി ബസ് കയറാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മടിവാള വരെ പോയിട്ട് നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യണ്ടല്ലോ, ട്രാഫിക്കൊക്കെ ആയിട്ട് എങ്ങനെ പെട്ടുപോയാലെന്ന് ഓർത്തിട്ട് എപ്പോഴും ഞാൻ ക്രൈസ്റ്റിന് മുമ്പ് നിന്നാണ് കയറാറ്. അതാകുമ്പോൾ നമ്മൾ ചുമ്മാ ക്യാമ്പസിനുള്ളിൽ കൂടെ കയറി പുറത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഇസബലാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. അവൾ വന്നതും ബസ് വന്നു, നേരെ കയറി. അവിടെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത കാരണം നേരെ കയറേണ്ടി വന്നു. അങ്ങനെ അതിന് ശേഷം രാവിലെ ഒരു ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത്. ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ബസ്സിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ ആ കൂടെ 4-5 പേരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. രാവിലെയായി കുറേ പേരൊക്കെ പോയി. ഇനി കുറച്ച് പേരെ ബാക്കിയുള്ളൂ. നമ്മളൊരു 40 മിനിറ്റിലെത്തും, 40 മിനിറ്റ്. നമ്മൾ കോഴിക്കോടെത്തി സ്റ്റാൻഡിൻ്റെ അവിടെ നിൽക്കുക. അപ്പന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പൻ ഇപ്പം ഇങ്ങോട്ട് വരും. സ്റ്റാൻഡിലാണ് നിർത്തിയത്, അവിടെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി അപ്പന് വേണ്ടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പിന്നെ പോവാം വീട്ടിലേക്ക്. വന്ന് എങ്ങനെ വേണേലും പോ. നമ്മളെത്തി. ഓക്കെ, അപ്പം ഉണ്ടൂല, അങ്ങനെയാണ്, ശരിയാണ്. നമ്മൾ നിർബന്ധിക്കണ്ട. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ വാതൂരാണ്ട് വളവളവളാന്ന് മിണ്ടിക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് ബാലൻസ് ഔട്ട് ആയിരിക്കുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ട് ഹോർലിക്സ് വാങ്ങിക്കണം. ഒരു പണി കൊടുക്കണം. കാരണം വീട്ടിൽ ഇവരെ ചായ വേണം കുടിക്കുക. അപ്പോൾ നമ്മൾ ഹോർലിക്സ് കുടിക്കാനാണ് നമുക്ക് തപ്പിക്കണ്ടുപിടിച്ചോ. മുടിയൊക്കെ മുറിച്ച് മൊത്തം മുറിച്ച് തുറന്നിക്കട്ടെ. ഞാൻ കൂട്ടിനിറക്കിയതും അവൻ ചാടിയതും ഒരേ സമയത്തായിരുന്നു. അത്രയ്ക്ക് ഇവരാണെങ്കിൽ നമ്മളെ കുറേ കാലത്തിന് ശേഷം കാണുന്ന സമയത്ത് പൊതുവേ ഡോഗ്സിനൊരു സ്നേഹം ഉണ്ടല്ലോ. എൻ്റെ ദൈവം, ഇവരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇരുന്ന് പോകും എന്താ സംഭവം. ഇത് ഓടി പരിഭ്രാന്തി, ഇങ്ങനെ വെപ്രാളെല്ലാം കൂടെ പെടും. ഇത് എന്താ നടക്കുന്നത്, ഇവിടെ ആരാ വന്നേന്നുള്ള രീതിയിലുള്ളതാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ കുറച്ച് പണിയൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അടുത്ത് തന്നെ ഉള്ളൊരു വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും, എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് അവിടുത്തെ വീട്ടിലെ പണിയൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് മാറും. അപ്പോൾ വന്നു കഴിഞ്ഞ് ഊഫി അമ്മയാണെങ്കിൽ രാവിലെ തന്നെ ജിമ്മിൽ പോയേക്കുക. അപ്പോൾ അമ്മേനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മേനെ കാണണം. അപ്പോൾ ഞാൻ ഓർത്തു ഒന്നെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിക്കുക, അല്ലെങ്കിൽ കുളിച്ചിട്ട് ഫുഡൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം നല്ല പോലെ വിശക്കുന്നുണ്ട്, വയറിന് കത്തി വിശക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഹോർലിക്സ് കുടിച്ച് ഫുഡ് കഴിച്ചിട്ട് കുളിക്കും, എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ അമ്മ വരുന്ന സമയത്ത് അമ്മേനെ കൂടെ കാണിക്കണം. അപ്പോൾ നമ്മൾ ഫൈനലി കോഴിക്കോടെത്തി ഗൈസ്. കോഴിക്കോടെത്തി, ബാംഗ്ലൂർ വിട്ട് കോഴിക്കോടെത്തിയിരിക്കുകയാണ്. എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ നോക്കട്ടെ, ഞാൻ ഇന്ന് പോയിട്ട് എൻ്റെ പരിപാടികളൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ വന്ന് കാണിക്കുന്നതായിരിക്കും എന്താ സംഭവം എന്നൊക്കെ. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ. വന്ന ഉടനെ നോക്കുന്ന കാര്യം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത്. നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി അപ്പവും ചിക്കൻ കറി. അപ്പോൾ പിന്നെ വേറെ എന്ത് വേണം, അതങ്ങ് തട്ടിയിടാന്ന് ഓർത്ത ശേഷം ഫുൾ തട്ടി. ആരിത് രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നേക്കുന്ന. വാ, ഇതാ വരുന്നു, താഴേക്ക് വരുന്നു. പപ്പതാ വൈഫൈ നോക്കുക. ദേശത്തിലാണ് ഇറക്കാത്തന്റെ ദേശത്തിലാണ്. മൈൻഡ് ആക്കൂല കുഞ്ഞു. ഒരു കടി വെച്ചു കൊടുക്കടാ. ഇല്ല, നോ. നെഹിന്ന് പറഞ്ഞ നെഹി. അങ്ങനെ നമ്മള് ഈ കൺമശി എത്ര കഴുകിയാലും പോകൂല. ഇങ്ങനെ മറ്റേ സ്റ്റിക്കർ പോലത്തെ സാധനം നമ്മളിങ്ങനെ പറിച്ചെടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഒരു സമാധാനം ഉണ്ടെന്ന് രാവിലെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം അമ്മ ഓൾറെഡി വന്നായിരുന്നു കേട്ടോ. അമ്മ ഓൾറെഡി വന്നു. ഞാനാണെങ്കിൽ ഇനി ഞാൻ അമ്മനെ കാണിച്ചല്ലോ. അപ്പം ഇനി നമ്മൾ കുറച്ചു നേരം കടന്ന് ഉറങ്ങണം, എന്നിട്ട് പിന്നെ ബാക്കി കലാപരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫൈനലി വീട്ടിലെത്തി തിരിച്ച്. ഇനി കുറച്ച് കാലം നമ്മൾ വീട്ടിലായിരിക്കും ഗൈസ്. അപ്പോൾ വീട്ടിലെ അപ്പൻ്റെ അമ്മേൻ്റെ കൂടെ തല്ലുകൊടുത്തതൊക്കെ കാണാം, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം, ഒരുമിച്ച് തല്ലുകൂടാം. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.